Hello, welcome to anooptube. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് C++ലുള്ള കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡിൻ്റെ യൂസേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിനെ കുറേ സ്ഥലത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ മീനിങ് ഒന്നാണെങ്കിലും നമുക്കതിനെ ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എവിടേക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് എന്തൊക്കെയാണ്, അതായത് ഓരോ സ്ഥലത്ത് വരുന്ന സമയത്തുള്ള മീനിങ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റ് ബേസിക്കലി നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് കോൺസ്റ്റ്. ഓക്കെ, കോൺസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത റീഡ് ഓൺലി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റീഡ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാൻ മാത്രം പറ്റും, അതിലോട്ടൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ എന്തെങ്കിലും സാധനം കോൺസ്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബേസിക്കലി ഉള്ള കൺസെപ്റ്റാണ് കോൺസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മൾ സാധാരണ നമ്മുടെ ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക, ഇൻ്റെ എക്സ് ഈക്വൽ ടു 15. ഓക്കെ, അല്ലെങ്കിൽ ഇൻ്റെ എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ വേണമെച്ചാൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൺസ്റ്റ് ആയിട്ടുള്ളൊരു വേരിയബിളാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യാന്നുണ്ടെങ്കിൽ കോൺസ്റ്റിന് നമ്മൾ ആദ്യം കൊടുക്കണം. ഓക്കെ, കോൺസ്റ്റിന് ആദ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഡ് കഴിഞ്ഞതിന് ശേഷം കോൺസ്റ്റ് കൊടുക്കാം. നമുക്ക് എങ്ങനെ വേണമെച്ചാൽ ഇത് രണ്ട് തരത്തിലുള്ള ഏത് ഡിക്ലറേഷനും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കോൺസ്റ്റ് എന്ന് വെച്ചിട്ട് കോൺസ്റ്റ് ഇൻ്റെ എക്സ് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കോൺസ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം. നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോൺസ്റ്റ് ഇൻ്റെ എക്സ് എന്ന് മാത്രം കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് നമുക്ക് ഒരിക്കലും പിന്നെ എക്സിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ കോൺസ്റ്റ് എക്സ് എപ്പോഴാണോ കൊടുക്കുന്നത് അതിൻ്റെ അപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഇനീഷ്യലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഈ എക്സിനെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എറർ വരും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റ് G++ എക്സാമ്പിൾ .cpp നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അസൈൻമെൻറ്റ് ഓഫ് റീഡ് ഓൺലി വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റീഡ് ഓൺലി എന്ന് പറഞ്ഞിട്ട് കൺസെപ്റ്റാണ് നമ്മൾ കോൺസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കോൺസ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വരുന്നൊരു എററാണ് എന്ത്, അസൈൻമെൻറ്റ് ഓഫ് റീഡ് ഓൺലി വേരിയബിൾ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കോൺസ്റ്റ് വേരിയബിളിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. കോൺസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫസ്റ്റത്തെ എക്സാമ്പിളാണ് നമ്മുടെ കോൺസ്റ്റ് വേരിയബിൾസ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വേരിയബിൾസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ പോയിൻറ്റേഴ്സിനകത്ത് നമ്മൾ ഈ കോൺസ്റ്റ് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിൻറ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് പോയിൻറ്റേഴ്സിൻ്റെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പറഞ്ഞാൽ പോയിൻ്റർ എന്ന് പറഞ്ഞ വേരിയബിളും, രണ്ടാമത്തെ സമയം എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ചെയ്തിരിക്കുന്ന വേരിയബിളും. ഓക്കെ, അപ്പോൾ രണ്ട് സംഭവങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റർ വേരിയബിളാണുള്ളത്. ഓക്കെ, പോയിൻ്റർ വേരിയബിൾ. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പോയിൻ്റർ വാല്യൂ. അതായത് പോയിൻ്റർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റാണുള്ളത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിൻ്ററിനെ നമുക്ക് കോൺസ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ നോക്കാൻ പോകുന്നത് പോയിൻ്ററിൻ്റെ ഡാറ്റ, അതായത് വാല്യൂ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ഡാറ്റ. ഓക്കെ, ഈ ഡാറ്റ നമുക്ക് കോൺസ്റ്റ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഫസ്റ്റ് ടൈം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റ ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഡാറ്റ കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോൺസ്റ്റ് എഴുതുക. ഓക്കെ, കോൺസ്റ്റ് എഴുതിയതിനു ശേഷം ഒരു പോയിൻ്റർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതിനകത്തുള്ള ഡാറ്റ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ പോയിൻ്റർ കോൺസ്റ്റൻ്റ് അല്ല. ഓക്കെ, അതായത് പോയിൻ്ററിൻ്റെ വാല്യൂസിനെ അതായത് പോയിൻ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിൻ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, പോയിൻ്റർ പോയിൻ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തുള്ള ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തു വിചാരിക്കുക, ആംപർസെൻ്റ് ഓഫ് എക്സ് എന്ന് കൊടുത്തു വിചാരിക്കുക. ഓക്കെ, ഇൻറ്റു വൈ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു വിചാരിക്കാം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ആംപർസെൻ്റ് ഓഫ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, $PTR ഈക്വൽ ടു 1000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിൻ്റർ പോയിൻ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ G++ എക്സാമ്പിൾ .cpp അടിച്ച് കഴിഞ്ഞാൽ പറഞ്ഞോ അസൈൻമെൻറ്റ് ഓഫ് റീഡ് ഓൺലി ലൊക്കേഷൻ സ്റ്റാർ പോയിൻ്റർ. ഓക്കെ, സ്റ്റാർ പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്,
ഈ പോയിന്ററിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കണം. അതായത് പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റന്റ് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ ഓപ്പറേഷൻ നമുക്ക് എന്താണ് ഇവിടെ ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻവാലിഡ് ആയ കാര്യങ്ങളെല്ലാം ഞാനിവിടെ കമൻറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റാണ് ഇത്, പോയിന്ററിൻ്റെ ഫസ്റ്റ് കൺസെപ്റ്റാണ് ഇത്. ഈ രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോയിന്ററിൻ്റെ ഡാറ്റ കോൺസ്റ്റന്റ് ആയിരിക്കില്ല, പക്ഷേ പോയിന്റർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതായത് അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഇൻറ്റിജർ പോയിന്റർ ഉണ്ടാക്കണം. ഇൻറ്റ് സ്റ്റാർ ptr1 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോയിന്റർ ഉണ്ടാക്കി. %y എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു നോർമൽ പോയിന്റർ നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇതിനെ പോയിന്ററിനെ കോൺസ്റ്റന്റ് ആക്കണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോയിന്റർ ആയിരിക്കും കോൺസ്റ്റന്റ് ആവുക. അതായത് ഈ പോയിന്റർ വേരിയബിൾ കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പോയിന്ററിന്റെ വാല്യൂ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ptr1 %x എന്ന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എറർ വരും. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അസൈൻമെൻറ്റ് ഓഫ് റീഡ് ഓൺലി വേരിയബിൾ pointer1. ഓക്കെ, pointer1 നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് സ്റ്റാർ പോയിന്റർ നമുക്ക് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാർ പോയിന്റർ =999 നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, 99 ഓക്കെ 4 9s ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് കൺസെപ്റ്റ്. പോയിന്റർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കൺസെപ്റ്റ് ഉള്ളത്. ഒന്ന് പോയിന്റർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതും ഒന്ന് പോയിന്ററിൻ്റെ ഡാറ്റ കോൺസ്റ്റന്റ് ആക്കി ഡിക്ലെയർ ചെയ്യുന്നതും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ആണല്ലോ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റർ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കോൺസ്റ്റ് ഇൻ ലെഫ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഡാറ്റ ഈസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ കോൺസ്റ്റ് ഇൻ റൈറ്റ് സൈഡിലാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാറിൻ്റെ റൈറ്റ് സൈഡിലാണ് കോൺസ്റ്റൻറ്റ് കൊടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം പോയിന്റർ വേരിയബിൾ ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ് സാധാരണ ആലോചിച്ച് വയ്ക്കാറ് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് സൈഡ് എങ്ങനെ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ കിട്ടും. നമ്മൾ സ്റ്റാറിൻ്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കുക. സ്റ്റാറിൻ്റെ ലെഫ്റ്റ് ആണ് കോൺസ്റ്റന്റ് കൊടുക്കുന്നതെങ്കിൽ ഡാറ്റ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സ്റ്റാറിൻ്റെ റൈറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ പോയിന്റർ വേരിയബിൾ ഈസ് കോൺസ്റ്റന്റ്. അതായത് പോയിന്റർ വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പോയിന്റ് ചെയ്യുന്ന സ്ഥലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ബേസിക്കലി ഉള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ള കോൺസ്റ്റന്റ്. രണ്ട് ടൈപ്പ് യൂസേജ് ആണ് വരുന്നത്. ഒന്ന് പോയിന്ററിൻ്റെ കേസിലും വരും, ഒന്ന് നോർമൽ ആയിട്ടുള്ള വേരിയബിളിൻ്റെ കേസിലും വരും. ഓക്കെ, ഇനി നമുക്ക് വരുന്ന മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് ക്ലാസിൻ്റെ ബേസിൽ, അതായത് ക്ലാസ്സുകൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കോൺസ്റ്റ് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തുള്ള, അതായത് ക്ലാസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് കോൺസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ബേസിക്കലി സിമ്പിൾ ഒരു ഡെമോ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു കൺസ്ട്രക്ടർ ഉണ്ട്, ഒരു ഗെറ്ററും സെറ്ററും ഉണ്ട്. ഓക്കെ, ഗെറ്റ് വാല്യൂ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, ക്ലാസ് വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ളൊരു ക്ലാസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫുള്ളൊന്ന് കമൻറ്റ് ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഡെമോൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ഡെമോ. അപ്പോൾ നമ്മുടെ ബേസിക്കലി ഉള്ള ഒരു ക്ലാസ്സിനകത്തുള്ള എല്ലാ വാല്യൂസും നമ്മൾ, ക്ലാസ്സിനകത്തുള്ള എല്ലാ ഫംഗ്ഷൻസും നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ക്ലിയർ ചെയ്തു. ഓക്കെ, നോൺ വോയിഡ് ഫംഗ്ഷൻ റിട്ടേണിങ്. ഓക്കെ, ഇൻറ്റാണ് ഇവിടെ വോയിഡ് ആണ് വരും, സെറ്റ് ഫംഗ്ഷൻ അല്ലേ. ഓക്കെ, ആൻഡ് ./a.out. ഓക്കെ, 100 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കേസ് വരുന്നത് നമുക്കിതിനകത്ത് ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫംഗ്ഷനെ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ക്ലാസ്സിൻ്റെ സ്റ്റേറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു ക്ലാസ്സിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ്, അതായത് അതിനകത്തുള്ള വാല്യൂസ് ഉണ്ടായിരിക്കുമല്ലോ, അതായത് അതിൻ്റെ ക്ലാസ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതിനകത്ത് ചേഞ്ച് വന്നാലാണ് ക്ലാസ്സിൻ്റെ സ്റ്റേറ്റ് ശരിക്കും ചേഞ്ച് ചെയ്യുക, സ്റ്റേറ്റ് മാറുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ സ്റ്റേറ്റിനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് കോൺസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിൻടാക്സ് പറയുന്നത്, നമ്മൾ ഫംഗ്ഷൻ എഴുതും, ടൈപ്പ് ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് എഴുതും. റിട്ടേൺ ടൈപ്പ് എഴുതിയതിനു ശേഷം ഫംഗ്ഷൻ നെയിം എഴുതും. ഫംഗ്ഷൻ നെയിം എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ, ഒരു കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കും. അതിനുശേഷം ബോഡി എഴുതും. ഓക്കെ, ഇതിനകത്തോട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും, നോ പ്രോബ്ലം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു കോൺസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഞാൻ കോൺസ്റ്റ് ആക്കി ഡിക്ലെയർ ചെയ്ത് വിചാരിക്കുക. ഓക്കെ, ഇതിനെ കോൺസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. നമ്മൾ ജസ്റ്റ് ഇതിനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ
എറർ അസൈൻമെന്റ് ഓഫ് മെമ്പർ ഡെമോ ഡോട്ട് വാല്യൂ ഇൻ റീഡ് ഓൺലി ഒബ്ജക്റ്റ്. ഓക്കെ, അതായത് ഈ സെറ്റ് വാല്യൂ എന്ന് പറയുന്ന സംഭവം എന്താ വെച്ചാൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട്, കോൺസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഒരിക്കലും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് വേരിയബിൾസിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കിവിടെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, std വാൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും 0 ഓക്കെ, കമ്പൈലാവും വർക്കാവും, ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, വീണ്ടും നമുക്ക് ആ സെയിം എറർ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ക്ലാസിൻ്റെ ഡിക്ലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റും അതിൽ ഏതൊക്കെ ഫംഗ്ഷൻസാണ് ഇതിനെ എഡിറ്റ് ചെയ്യപ്പെടാവുന്നത്. അതായത് ഗെറ്റർ ഫംഗ്ഷൻസ് ഒട്ടുമിക്ക സംഭവങ്ങൾ എന്ത് ചെയ്യും, അധികം നമ്മൾ കോൺസ്റ്റ് ഡിക്ലെയർ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ക്ലാസ് വേരിയബിൾസിനെ എഡിറ്റ് ചെയ്യില്ല എന്നുള്ള എൻഷുറാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കോൺസ്റ്റ് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു കോൺസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് വേരിയബിൾസ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ ഒരു കോൺസ്റ്റ് ഫംഗ്ഷനകത്ത് നിന്ന് വേറൊരു കോൺസ്റ്റ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താണ്, നമ്മളൊരു കോൺസ്റ്റ് ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യണം എന്ത്, ക്ലാസ് വേരിയബിൾസ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഓക്കെ, അപ്പോൾ അത് എൻഷുർ ചെയ്യണമെങ്കിൽ അടുത്ത കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യണം, കോൺസ്റ്റ് ആയിരിക്കണം. ഓക്കെ, കോൺസ്റ്റ് അല്ലാത്തൊരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വേരിയബിളിനെ എഡിറ്റ് ചെയ്തൂടെ. അപ്പോൾ അതിൻ്റെ ആ കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ നഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റ് ഫംഗ്ഷനകത്ത് നിന്ന് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കോൺസ്റ്റ് ഫംഗ്ഷനെ മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് സെറ്റ് വാല്യൂ നമുക്ക് ഇവിടുന്ന് വിളിക്കാൻ പറ്റില്ല. സെറ്റ് വാല്യൂ ഓഫ് 1000 എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് അടിച്ചു വീണ്ടും നമുക്ക് C++ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, പാസിങ് എ നോൺ കോൺസ്റ്റ് ഡെമോ ആസ് ആർഗ്യുമെന്റ് ഡിസ്കാർഡ് ക്വാളിഫയർ. ഓക്കെ, അതായത് ഒരു കോൺസ്റ്റ് ഫംഗ്ഷനകത്ത് നിന്ന് ഒരു നോൺ കോൺസ്റ്റ് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല. ഓക്കെ, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. നമ്മൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു കോൺസ്റ്റ് ഫംഗ്ഷൻസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് കോൺസ്റ്റ് ഫംഗ്ഷൻ, എങ്ങനെയാണ് നമുക്ക് കോൺസ്റ്റ് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും. നമ്മൾ ഓൾറെഡി കോൺസ്റ്റ് റെഫറൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്താട്ടോ, എന്താണ് റെഫറൻസ്, കോൺസ്റ്റ് റെഫറൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മളൊരു വേറെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, വീണ്ടും നമ്മൾ എന്ത് ചെയ്യില്ല, കോൺസ്റ്റ് റെഫറൻസിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കഷൻ വെക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഏകദേശം കോൺസ്റ്റ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺസ്റ്റ് യൂസേജസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരും.